കോളേജിന്റെ ചരിത്രത്തിൽ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാ. ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല സർ. താങ്കൾ ഒരു പോലീസ് ഓഫീസർ ആയതുകൊണ്ട് മാത്രം ചിന്തിക്കുന്നതാണിത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി എനിക്ക് അത്രയ്ക്ക് അടുപ്പവും പരിചയമുള്ള കുട്ടികളാണിവർ. ഇനിയിപ്പോ അവര് തന്നെയാണെന്ന് നിങ്ങൾ പറഞ്ഞാലും എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മാഡം, അടുപ്പം പരിചയമൊക്കെ നല്ലത് തന്നെ. എന്ന് വെച്ച് കുറ്റവാളികളല്ലാതാവോ? തെളിവല്ലേ പ്രധാനം. അതിനുവേണ്ടി ആരെ വേണേലും ചോദ്യം ചെയ്യാനുള്ള അധികാരം ഇപ്പൊ ഞങ്ങൾക്കുണ്ട്. ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചോണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞ ശരിയല്ലേ സാർ? ഞങ്ങൾക്ക് മിസ് രാധിക മേനോനെ കാണണം. രാധിക മിസ്സിനോടൊന്ന് വരാൻ പറയൂ. കൃഷ്ണകുമാറിന്റെയും ജസ്റ്റിസ് രാഘവന്റെയും കൊല നടക്കുന്ന സമയത്ത് ഇവരുടെ സാന്നിധ്യം വളരെ വ്യക്തമാണ്. സോ പോലീസിന് ഈ അവസ്ഥയിൽ അവരെ കണ്ടുപിടിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുമാത്രമല്ല, മിസ് രാധിക മേനോൻ, ഐ എം SP വർഗീസ് ആന്റണി ഫ്രം ക്രൈം ബ്രാഞ്ച്. രാധിക ഇവിടെ ഗസ്റ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. ചെർപ്പളശ്ശേരി കൃഷ്ണവിലാസത്തിൽ റിട്ടയർഡ് തഹസീൽദാർ ജഗന്നാഥ മേനോന്റെ മകൻ, അതായത് കൊല്ലപ്പെട്ട ജസ്റ്റിസ് രാഘവ മേനോൻ രാധികയുടെ ആരായിട്ട് വരും? അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു അമ്മാവൻ. പേടിക്കണ്ട, ഞാൻ വെറുതെ ചോദിച്ചതാ. അന്വേഷണത്തിനിടയിൽ ഞങ്ങൾ പോലീസുകാർ ഇങ്ങനെയാ വെറുതെ ഓരോന്നിനെ ചോദിച്ചോണ്ടിരിക്കും. വല്ലോ കിട്ടണമെങ്കിൽ കിട്ടട്ടെ. എന്ത് തെളിവ്? നിങ്ങളുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഐ മീൻ ത്രിമൂർത്തികൾ, അവരാണ് എന്റെ ഇപ്പോഴത്തെ വിഷയം. അതുകൊണ്ട് ഇനി മുതൽ എനിക്ക് നിങ്ങളുടെയൊക്കെ സഹായം സഹകരണം വേണ്ടിവരും. രാധിക മിസ്സിനോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിച്ചറിയാനുണ്ട്. ഇപ്പൊ വേണ്ട, സമയം ഞാൻ വിളിച്ചു പറയാം. ടെൻഷൻ അടിക്കണ്ട. എ ഫ്രണ്ട്ലി ഇൻവെസ്റ്റിഗേഷൻ, അതാണ് എനിക്കിഷ്ടം. ലെറ്റ്സ് ഗോ. പോവാ മാഡം. സർ. ജഡ്ജിയുടെ വീട്ടിൽ കഴിഞ്ഞ 3 മാസത്തിനകത്ത് വന്നതും വെളിയിൽ പോയതുമായ ടെലിഫോൺ കാളുകളുടെ ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട് സാറേ. ഇപ്പോൾ നടക്കുന്ന കേസ് അന്വേഷണത്തിന്റെ ഡീറ്റെയിൽസ് യാതൊരു കാരണവശാലും മൂന്നാമതൊരാൾ അറിയാൻ ഇടവരരുത്. ബി കെയർഫുൾ. സർ. പിള്ളേര് രക്ഷപ്പെട്ടന്ന് രാത്രി അവരെ പിടിക്കാൻ വേണ്ടി പോലീസ് പെട്രോളിംഗ് ശക്തമായിരുന്നു. കൊച്ചിയിലെ ഓരോ മുക്കുകളും മൂലകളും രായ്ക്ക് രാമൻ അരിച്ചു പെറുക്കി. ആ സംഭവത്തിന് ശേഷം പെട്രോളിങ്ങിന് ഒരു കുറവുമില്ല. വണ്ടിയിൽ ചെറുപട ഓട്ടം തന്നെ. അങ്ങനെയാണെങ്കിൽ കൊച്ചി വിട്ടുപോകാൻ ഇതുവരെ ആ ത്രിമൂർത്തികൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. ആ സ്ഥിതിക്ക് അവരിവിടെ എവിടെയോ ഉണ്ടാകാനാണ് കൂടുതൽ സാധ്യത. ഒന്നുകൂടെ അരിച്ചു പെറുകട്ടെ. ചിലപ്പോ വേണ്ടിവരും. അവരെ പിടികൂടേണ്ടത് ഇപ്പൊ വളരെ അത്യാവശ്യമാണ്. എന്നാ പറിക്കള പോയി പറക്കടോ. സർ. ഓ, ഇറങ്ങിക്കോളൂ. ആ, സമയത്തിനൊന്നൊരു വിലയില്ലല്ലേ? സോറി, എക്സാമിന് മുമ്പുള്ള കുറച്ച് പോർഷൻസ് തീർക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. ഓക്കെ പ്ലീസ്. മലയാള അധ്യാപികയും അത്യാവശ്യം സാഹിത്യവാസനയും ഉള്ളത് കൊണ്ടാവാം ഏത് പാട്ട് എഴുതിയാലും ട്യൂൺ ചെയ്യുന്നതിന് മുമ്പ് അത് കറക്റ്റ് ചെയ്യാനും അഭിപ്രായം അറിയാനും ത്രിമൂർത്തികൾ രാധിക മേനോനെ കാണാറുണ്ടെന്നും അങ്ങനെ നിങ്ങളുടെ അഭിപ്രായം സ്വീകരിച്ചാണ് അവർ മ്യൂസിക്കൽ പ്രോഗ്രാം ചെയ്യാറുള്ളതെന്നും എന്തിനേറെ അവരുടെ സക്സസിന് പിന്നിൽ സീക്രട്ട് രാധികയാണെന്നും അന്വേഷണ റിപ്പോർട്ടിൽ കണ്ടു. അവരുടെ കഴിവിലൊരു ആരാധന ഉള്ളത് കൊണ്ടാവാം കോളേജിൽ എല്ലാവർക്കും ത്രിമൂർത്തികളോട് തോന്നിയൊരു അടുപ്പം പോലെ രാധികയ്ക്കും അവരോട് തോന്നിയത്. അങ്ങനെയും സംഭവിക്കാം. ഈ അറ്റാച്ച്മെന്റ് ഒരു ഗുരുശിഷ്യ ബന്ധമാണോ അതോ? Sir, what do you mean? They are my best friends. That's all. ബെസ്റ്റ് ഫ്രണ്ട്സ്, അതായത് നല്ല സുഹൃത്തുക്കൾ. സൈക്കോളജി അനുസരിച്ച് സ്വന്തം രക്തബന്ധത്താക്കൾ ഉപരി ഉള്ളു തുറന്ന് ഏത് കാര്യങ്ങളും ഷെയർ ചെയ്യുന്നവർ. അങ്ങനെയെങ്കിൽ അവർ ചെയ്ത കൊലപാതകങ്ങളെ കുറിച്ച് മിസ് രാധിക മേനോൻ അറിയാമെന്ന് ചുരുക്കം. No, അവർ കൊലപാതകളല്ല. അവരത് ചെയ്യില്ല. കൊല്ലപ്പെട്ട ജസ്റ്റിസ് തന്റെ അമ്മാവനായിരുന്നിട്ടും ആ കൊലക്കേസിൽ പോലീസ് സംശയിക്കുന്നവരെ രാധികയ്ക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയും? തീർച്ചയായും അവരത് ചെയ്യില്ല. എനിക്കിതിൽ നല്ല വിശ്വാസമുണ്ട്. പിന്നെ നിങ്ങൾ അത് വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. കാരണം നിങ്ങളൊരു പോലീസുകാരനാണ്, കുറ്റവാളികളെ മാത്രം തേടി നടക്കുന്ന പോലീസ്. ചൂടാവില്ല മാഡം, കൂൾ ഡൗൺ പ്ലീസ്, റിലാക്സ്. അപ്പൊ പിന്നെ ആരായിരിക്കും? ഏതാ പെൺകുട്ടി? ഗീത, വിനോദിന്റെ കസിന്. ഇങ്ങുവാ. ഗീത, രണ്ടാം പ്രതി വിനോദിന്റെ മുറപ്പെണ്ണ്. അവരെ കുറിച്ച് എന്തെങ്കിലും അറിയാതിരിക്കില്ല. എങ്കിൽ ഈ കുട്ടിയോടൊന്ന് ചോദിക്കല്ലേ മിസ് മേനോൻ? വിനോദിന്റെ കസിനോ അതോ വുഡ്ബിയോ? അങ്ങനെ സാർ ഉദ്ദേശിക്കുന്ന പോലെ ഞങ്ങൾക്ക് പറയത്തക്ക ബന്ധമൊന്നുമില്ല. എന്ന് വെച്ചാൽ കൊലയാളിയായ വിനോദുമായി അത്ര വലിയ ബന്ധമൊന്നുമില്ലെന്നും അഥവാ ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഇനിയും ആ ബന്ധം തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അർത്ഥം. ആർക്കും വ്യക്തമായിട്ടൊന്നും അറിയില്ല. എങ്കിൽ പിന്നെ രണ്ടാൾക്കും പോവാം. എക്സ്ക്യൂസ് മീ, അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുക. കഴുത്തി കിടക്കണേ മാലയിലും കയ്യിൽ കിടക്കണേ മോതിരത്തിലും വി എന്ന ഇംഗ്ലീഷ് അക്ഷരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിക്ടറി എന്ന ഇംഗ്ലീഷ് വേർഡാണോ അതോ? വിക്ടറി, അതാണ് സാർ കറക്റ്റ്. ഓക്കെ എന്നാ ശരി.
മഴയൊന്നും പെയ്യാണ്ട് എവിടുന്ന് തവള കിട്ടാനായിട്ടു? ചില തവളകള് മഴയില്ലെങ്കിലും വരും. അതെന്ത് തവളയാണ്? തവള അങ്ങനെയല്ല. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് നേരെ ഇരട്ടിയാലും ഭയമില്ലാണ്ട്. ആ കുട്ടി കുറച്ച് അടുക്കം ഒതുക്കൊള്ള ഇനി. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് രാത്രിക്കാർക്കും കൂടുതലാണ്ടു. സ്വഭാവം മാറാ. അപ്പൊ മകരമാസം ആവണമെന്നില്ല, എപ്പോ വേണമെങ്കിലും ആവാം. കാലത്തിന്റെ ഒരു പോക്കേ, അല്ലാതെ എന്താ. രാവണൻ